ക്യാൻസർ കാലത്തെ കരവിരുതുകൊണ്ട് തോൽപ്പിച്ച വൈദികൻ വരയുടെ പുതുവഴികൾ തേടുന്നു. പ്രതിദിന സന്ദേശങ്ങൾക്ക് സ്പൈറൽ ഡ്രോയിങ്ങിന്റെ കൂട്ടുപിടിച്ച ഫാദർ ജോഷി പുത്തൂർ സാമൂഹ്യ മാധ്യമങ്ങളിലും ശ്രദ്ധേയനാവുകയാണ്. ചുറ്റുപാടുകളെ വെറും വരകളിലേക്ക് പകർത്തുകയാണ് ബംഗളൂരുവിലെ ഫാദർ ജോഷി പുത്തൂർ. വളഞ്ഞ വരകളായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്ന നേർവരകളെ അനുഭവച്ചാലുകളിലൂടെ നിറം ചേർത്തെടുക്കുകയാണ് ഈ വൈദികൻ. സലേഷ്യൻ സഭയുടെ ബംഗളൂരു പ്രൊവിൻസിൽ ജോലി ചെയ്യുന്ന ഫാദർ ജോഷി പുത്തൂർ കൊറോണയ്ക്കിടയിൽ വന്നുപെട്ട ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കിടയിലാണ് വരയുടെ രസതന്ത്രങ്ങളിലേക്ക് വഴിമാറിയത്. 1 വർഷത്തോളം നീണ്ട ചികിത്സയ്ക്കിടയിൽ ലഭിച്ച ഒഴിവു സമയങ്ങളിൽ ഭക്തിഗാനങ്ങൾ പാടാനും പേപ്പർ ക്രാഫ്റ്റിനും വിനിയോഗിച്ചെങ്കിലും സ്പൈറൽ ഡ്രോയിങ്ങിലേക്കാണ് തമ്പുരാൻ വഴി നടത്തിയത്. സ്പൈറൽ ഡ്രോയിങ് നേരെയുള്ള ലൈനുകളാൽ വരയ്ക്കുന്ന ഒരു പ്രത്യേക തരം കലയാണ്. കാണുന്നവർക്ക് വളഞ്ഞ ലൈനുകൾ കൊണ്ട് വരച്ചതായിട്ട് തോന്നും. സ്പൈറൽ ഡ്രോയിങ് ഞാൻ എൻ്റേതായ രീതിയിലേക്ക് മാറ്റി വരയ്ക്കാൻ തുടങ്ങി. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ സ്പൈറൽ ഡ്രോയിങ് ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങി. ആദ്യം മാർക്കർ പെന്നും ബ്ലാക്ക് പോയിന്റ് പെന്നും ഉപയോഗിച്ചുകൊണ്ടാണ് വരച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനെല്ലാം നിറങ്ങൾ കൊടുക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾക്ക് അയക്കുന്ന പ്രതിദിന വാട്സാപ്പ് സന്ദേശങ്ങൾക്കൊപ്പം ഒരു ചിത്രവും ഉണ്ടാകും. ഓരോ ചിത്രവും ഒരു ചിന്തയുടെ ഭാഗമായിരിക്കും. തൃശൂർ പോന്നൂർ സ്വദേശിയായ ഫാദർ ജോഷി പുത്തൂർ 13 വർഷം കർണാടക യാദഗിരിയിലെ BEd കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. ക്യാൻസറിന്റെ വിശ്രമകാലത്തിന് ശേഷം ഇപ്പോൾ ബംഗളൂരുവിലെ തെരുവുകുട്ടികൾക്കായുള്ള പുനരധിവാസ കേന്ദ്രത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ദൈവം നൽകിയ നിരവധിയായ നന്മകൾക്ക് നന്ദി പറയാൻ ഈ ജീവിതം മതിയാവില്ലെന്ന് വിശ്വസിക്കുന്ന ഈ വൈദികൻ വരകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നതും ജീവിത വിസ്മയങ്ങളെയാണ്. ജീവൻ ന്യൂസ്, കൊച്ചി.